എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു സമ്മാനം പറഞ്ഞു തരാ, ഒരു നന്മ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ? ഈ പറയുന്ന ഒരേ ഒരായത്തോതാര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു തരാ. ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റുമോ? ആ 1 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല. 5 മിനിറ്റ് വേണ്ട, ഒരേ 1 മിനിറ്റ് മതി പെങ്ങള്. 1 മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ. ഈ ആയത്ത് നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തിയ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല. ഓതാമെന്ന് തീരുമാനിക്ക്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അതാ കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനമേ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കുമല്ലോ. ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ. അവസാന സമയത്ത് പറയണ്ടേ, അല്ലാഹു തന്ന നാവ് കൊണ്ട്, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? അത് നിസ്സാര കാര്യമല്ല. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കടേ. കാരണം എന്തെന്നറിയുമോ? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ, നമ്മുടെ ഈമാൻ തട്ടിപ്പറിക്കാൻ, നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാൻ ശൈത്താൻ വിളിച്ചു പറയുന്നു, മക്കള് പോകണോ, സിറാജിന്റെ അവസാന സമയമാണ്, സിറാജിന്റെ അവസാന സമയമാണ്. പടച്ചവരെ, അല്ലാഹുവേ, ശൈത്താൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവന്റെ അവസാന സമയമാണ്. ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല. ഇനി അവന്റെ അവസാനത്തെ ചാൻസ് ആണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കുമോ? ഇബ്ലീസ് കടന്നു വരികയാണ്. എങ്ങനെയെങ്കിലും പിഴപ്പിക്കാൻ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യില് വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്ന് സ്നേഹത്തോടെ പറയുന്നു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ. പറഞ്ഞാ നരകത്തിലാ, പറഞ്ഞാ നരകത്തിലാ. അതുകൊണ്ടാണ് പടച്ചവര് അതാ ബദരീങ്ങളുടെ ബൈത്ത് പാടുന്നവരുണ്ടല്ലോ, മജ്ലിസിനോട് പാരായണം ചെയ്യുമല്ലോ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരല്ലീനവനാട്ടുവാർ ബദരീങ്ങളാൽ തുണ റബ്ബനാ. പടച്ചവനെ, ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് അവന്റെ ചതിയില്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ എന്ന് ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നിനക്ക് തന്ന ജീവിതത്തിലെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 1 മിനിറ്റ് നിനക്ക് മാറ്റിവെച്ച ഖുർആനിലെ ഈ ആയത്തും നോദാ, ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യാൻ 1 നിമിഷം നിനക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞ നിന്റെ അവസാനം അല്ലാഹു നന്നാക്കുമുപ്പാ. ഈമാനുള്ള മരണമാ.
ഈമാനുള്ള മരണമാ. ഇത് നിസ്സാരമായി കാണല്ലേ. ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ നിന്റെ മരണസമയത്ത് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ, കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ. ഓതും ഉസ്താദ്, മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ മുടങ്ങാതെ ഓതുമെന്ന് തീരുമാനിക്കുന്നവര് ഈ ആയത്ത് പാരായണം ചെയ്താ ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം ഈമാനുള്ള മരണമാ. ഈമാനുള്ള മരണമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അവര് കടന്നു വരികയാ, അവര് സമാധാനിപ്പിക്കുകയാ, അവര് സമാധാനിപ്പിക്കുകയാ. റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ആ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുന്നു. വേദന സഹിക്കുന്നില്ല, നീ കിടന്ന് പിടയുകയാണ്, നീ കിടന്ന് നിലവിളിക്കുകയാണ്. ആ മലക്കുകൾ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനോടുള്ള മഹബ്ബത്ത് കാരണം പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്യുന്നവര് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? മലക്ക് പറയുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ സിറാജ് സ്റ്റേജിലെ കയറ്റിയിരുത്തിയിട്ട് വലിയവനാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയുകയാ. എപ്പോഴെന്നറിയോ? എപ്പോഴെന്നറിയോ? അല്ലാഹുവേ, മരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്യുന്ന വാപ്പാ, നിന്നോട് മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേ, വിഷമിക്കല്ലേ. എന്തിനാ കരയുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ, പേടിക്കല്ലേ, ദുഃഖിക്കല്ലേ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ? റബ്ബിന്റെ സ്വർഗം കാണണോ? ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ? കോടാരി കോടി രൂപ കൊടുത്താൽ നിനക്ക് വാങ്ങാൻ കഴിയാത്ത റബ്ബേന്റെ സമ്പാദ്യം മുഴുവനും നിനക്ക് തരാമല്ലോ. എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ആ സ്വർഗം ഞാനും നിങ്ങളും ചോദിക്കുന്ന സ്വർഗം മണിയില്ല
ഇല്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്കും നീ ഒരു പാസുതാ മന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ ആ സ്വർഗം കാണണോ വാപ്പാ എന്റെ ചെറുപ്പക്കാരാ എടാ മരിക്കുമ്പോ സ്വർഗം കാണണോടാ മോനെ അല്ലാഹുവിന്റെ സ്വർഗം ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ വഅബ്ശിറൂ ഫിൽ ജന്നാ ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതാണടാ അല്ലാഹുവിന്റെ സ്വർഗം ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം ഇതല്ലേ നീ ചോദിച്ചത് ഇതല്ലേ നീ ചോദിച്ചത് ഇതാണ് മുത്തുനബി തുറക്കുന്ന സ്വർഗം കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയാ അല്ലാഹുവേ അങ്ങനെ ഒരു മരണം തരണേ അല്ലാ അങ്ങനെ ഒരു മരണം തരണേ അല്ലാ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ് റസൂലുള്ള പറയുകയാ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്ത അവർക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്ന 3 പ്രതിഫലം ഈ ദുനിയാവിൽ വെച്ച് കിട്ടുന്ന പ്രതിഫലം ഒന്ന് അവൻ മരിക്കുന്ന സമയം ഈമാനോടുകൂടി മരിക്കും ശൈത്താന് തട്ടിപ്പറിക്കാൻ പറ്റൂല അവന്റെ ഈമാൻ നഷ്ടപ്പെടൂല അവൻ കുഫറിൽ പെട്ടുപോകൂല ഈമാനുള്ള മരണം കിട്ടും 2 മലക്കുകൾ സ്വാഗതം അരുളുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ 11 ആയതുകൊണ്ടാണ് ഒരു കണക്കും എന്തായാലും നാളെ ലോക്ക്ഡൗൺ അല്ലേ ഇൻഷാ അല്ലാഹ് 11:30 വരെ ഇരിക്ക് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഇരുന്നൂടെ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم ഈ ആയത്ത് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന 3 പ്രതിഫലം 1 ഈമാനുള്ള മരണം കിട്ടും അല്ലാഹു നൽകുമാറാകട്ടെ അല്ലാഹു നൽകുമാറാകട്ടെ 2 നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും അതാണ് അൽഹംദുലില്ലാ മലക്കുകൾ ഖുർആൻ പറയുന്നുണ്ട് മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും നീ ആരാ ഞാൻ നിന്റെ കൂട്ടുകാരൻ അല്ല പറഞ്ഞതാ സിറാജ് പറഞ്ഞതല്ല അല്ല പറയാ മലക്കുകൾ പറയും നിന്റെ കൂട്ടുകാരനാ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരൻ ഇല്ലേ ആ മലക്ക് പറയും നീ എന്തിനാ പേടിക്കണേ എന്തിനാ വിഷമിക്കണം ഇങ്ങോട്ട് നിൽക്കണ്ട സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നു ഇത് കണ്ട പട്ടുവസ്ത്രം നിന്റെ റൂഹ് പൊതിയാൻ നിന്റെ ആത്മാവ് പൊതിയാനായി പട്ടുവസ്ത്രം എന്തിനാ പേടിക്കണേ സ്വർഗം കാണണോ സ്വർഗം നിനക്ക് വേണോ അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത് ഇന്നാ കണ്ടോ എന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഇത് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു പക്ഷേ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതണം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇനി മരിച്ചു കഴിഞ്ഞാലോ ഇത് ദുനിയാവിൽ കിട്ടുന്നത് ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്നത് ഇനി മരിച്ചു കഴിഞ്ഞാലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്താൽ മരണത്തിന് ശേഷം അല്ലാഹു തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞു ദുആ ചെയ്യാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മരണപ്പെട്ടു സ്വർഗ്ഗം കണ്ടു ഈമാനോടുകൂടി മലക്കുകളെ സമാധാനിപ്പിച്ചു അതാ മരണപ്പെട്ട് കഴിഞ്ഞു പിന്നെ കുടുംബക്കാര് മുഴുവനും ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനു
ഉത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഈ പായിപ്പാട് പള്ളിയുടെ ഈ മദ്രസയ്ക്കകത്തിരിക്കുന്ന മയ്യത്ത് കെട്ടില് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ. എല്ലാവരും നിന്നെ താങ്ങിയെടുത്ത് കുളിപ്പിച്ചോ. എന്നിട്ട് 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞോ. മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് നിന്നെ മലർത്തി കിടത്തി. എന്നിട്ട് 6 പേര് ചുമന്നുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ഇവിടുന്ന് താഴെ ഒരുക്കിയിട്ടിരിക്കുന്ന ലക്ഷങ്ങൾ വേണ്ട, ഇന്റർലോക്ക് വേണ്ട, കരണ്ട് വേണ്ട, ബെഡ് വേണ്ട, AC വേണ്ട. ഏറ്റവും വില കുറഞ്ഞ തടിയുണ്ടല്ലോ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമല്ലോ. റസൂലുള്ള പറഞ്ഞില്ലേ, ഒന്നാമത്തെ മനുഷ്യന് 7 ചുവട്ടടി വെച്ച് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് മുൻകറും വനകീർ 2 മലക്കുകൾ കടന്നു വരികയാ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഭയാനകമായ അവസ്ഥയാണല്ലോ. ഖബറിന്റെ അകത്ത് കടന്നു വന്നിട്ട് 2 മലക്കുകളും ചോദിക്കുകയാ, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. പടച്ചവനെ ഖബറിന്റെ അകത്ത് ചോദ്യം ചെയ്യുമല്ലോ. ഖബറിന്റെ അകത്ത് ചോദ്യമുണ്ടല്ലോ. എത്ര പഠിച്ചു വെച്ചാലും മറന്നു പോകുമല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖബറിലെ ചോദ്യം ഉത്തരം അറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഖബറിലെ ചോദ്യം ഉത്തരം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? റബ്ബി അല്ലാഹ്. ആരാടാ നിന്റെ റബ്ബ്? ആര്? നിന്റെ ദീനേതാ? നിന്റെ കിതാബ് ഏതാ? നിന്റെ കിബില ഏതാ? ഇത് ആരാടാ ചങ്ങാതി? ഇങ്ങനെ 5 ചോദ്യങ്ങൾ ഖബറിലുണ്ട്. ഉത്തരം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും. പക്ഷെ അവിടെ പോകുമ്പോൾ നിന്റെ നാവ് പൊങ്ങൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഖുർആനിലെ ഈ ആയത്ത് നീ അങ്ങോട്ട് നിത്യമാക്കിയ അവിടെ ചെല്ലുമ്പോഴും നിന്റെ തലയ്ക്കകത്ത് ഓർമ്മയുണ്ടാകുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോ പടപടാന്ന് ഇങ്ങോട്ട് മറുപടി, ഒരു പേടിയുമില്ലാതെ ആ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മ ശക്തി അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിനക്കതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മ ശക്തി റബ്ബ് തരികയാണ്. എന്നിട്ടോ അല്ലാഹുവേ ആ ഖബറിന്റെ ഒരു ഭയവും നിനക്ക് വേണ്ട, അതിനകത്ത് ഒരു പേടിയും നിനക്ക് വേണ്ട. ഖബറിന്റെ അകത്ത് തീയാണോ? ഖബറ് ഞെരിക്കുമല്ലോ. ഖബറ് ചെറുതാണല്ലോ. ഖബറിലെ വെളിച്ചമില്ലല്ലോ. ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ സരിബ സുറബാ ഇല്ലാ വഹുവ യബ്ഖി വയദ്രിബു അലാ സദരി. മോനെ, ഖബറിന്റെ അവസ്ഥ നിനക്കറിയില്ലല്ലോ. എന്തൊരു ഭയാനകമാണ്. അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്. എന്റെയും നിങ്ങളുടെയും അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, ഖബറിന്റെ അദാബിനെ തൊട്ട് നീ പേടിക്കണ്ട. ഖബറിന്റെ അദാബിനെ പേടിക്കണ്ട. ഖബറിന്റെ അദാബിനെ നീ പേടിക്കണ്ട. അതിനകത്തുള്ള ഭയാനകതയെ കുറിച്ച് പേടിക്കണ്ട. മൂന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അല്ലാഹുവേ കാണണോ, മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ടവനാണ്. മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് കൊതി തീർന്നില്ലല്ലോ. അത് കണ്ടിട്ട് മരിച്ചവനല്ലേ, അത് കണ്ടിട്ട് മരിച്ചവനല്ലേ. അതൊരു വട്ടമല്ലേ കണ്ടുള്ളൂ, അതൊരു വട്ടമണ്ടല്ലേ കണ്ടുള്ളൂ. എന്നാൽ ഇനി കാണണോ, കാലിന്റെ ഭാഗത്ത് തുറക്കുകയോ.
സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാ. കാണു മനുഷ്യ, രാവിലെയും വൈകിട്ടും കണ്ടോ, രാവിലെയും വൈകിട്ടും സ്വർഗം കാണാ. പടച്ച റബ്ബേ, നിന്റെ മണ്ണറ മണിയറയാക്കുകയാ. നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. എന്തിന്റെ പേരില്? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന്റെ പേരില് പറയാൻ കഴിയുമോ ഈ പ്രതിഫലം കിട്ടത്തില്ലെന്ന് പറയാൻ കഴിയുമോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോഴാണ് 6 അടി മണ്ണ് പ്രകാശിക്കുന്നത്. 6 അടി മണ്ണ് പ്രകാശിക്കുന്നത് സൂറത്തുൽ മുൽക്ക് ഓതുമ്പോഴാ. നബിയല്ലേ ചരിത്രം ഉൾപ്പെടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാസിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. ആ ഖുർആനിന്റെ മഹത്വം അറിയുമോ? നമ്മളിൽ പലർക്കും അത് തിരിയില്ല. അത് നിസാരമാണ്. പള്ളിയിൽ അലമാരിക്കകത്ത് അടുക്കി വെക്കുന്ന ഏതോ ഒരു പുസ്തകം വീടിന്റെ അലമാരിയുടെ മുകളില്, ടിവിയുടെ അടിയില് പൊടിയടച്ചിരിക്കുന്ന പുസ്തകം നിനക്കറിയില്ലടാ. അതിന്റെ വില നിനക്കറിയില്ല, അതിന്റെ മഹത്വം നിനക്കറിയില്ല. അതെങ്ങാണ് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയതെങ്കിൽ പേടിച്ചു ഭസ്മമാകി പോകുമായിരുന്നു. അത് മുഴുവനും പൊടിഞ്ഞു പോകുമായിരുന്നു. ആ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിന്റെ കവാടം നിന്റെ കബറിന്റെ അകത്ത് തുറക്കുകയാ. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു പ്രതിഫലം തരണേ അല്ലാ. നാലാമത്തെ പ്രതിഫലം കേട്ടോ. ഓതുവോ ചെറുപ്പക്കാരാ, ഓതുവോ പൊന്നുമോനെ. പുതുവർഷ പുലരിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സിറാജ് ഉസ്താദ്, നിങ്ങളുടെ വയല് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പറയും, ഉസ്താദേ നിങ്ങൾ ദിക്ർ പറയുമ്പോ, നിങ്ങളുടെ സൂറത്തുകൾ പറഞ്ഞു തരുമ്പോ, പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ വല്ലാത്ത വിഷമം തോന്നുമെന്ന് പറയുന്ന പെങ്ങള്, ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന, ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര്, എന്റെ ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവന് പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ഒരറ്റായത്ത് നിനക്ക് ഓതാൻ പറ്റുമോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. പഠിച്ചവരെ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. അതുകൊണ്ട് റബ്ബേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള വഴിയാ. ഒരു വർഷക്കാലം ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്ന ഒരായത്താ. നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ, നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ. ഒരേ ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. നരകത്തിന്റെ മുകളിലൂടെ പടച്ച റബ്ബ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ. അതിലൂടെ പോകണോ, അതിലൂടെ പോകണോ. ഈ ആയത്ത് നിത്യമാക്കിയാൽ, ഈ ഖുർആനിലെ ഈ ആയത്താര് നിത്യമാക്കുന്നുണ്ടോ, അവന് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താ. അവന് സിറാത്ത് കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ഉസ്താദേ, ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇന്ന് വരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ധിക്കരിക്കാതെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാ. എനിക്ക് ഈമാനുള്ള മരണം വേണം, എനിക്ക് നരകം പേടിയാ, എനിക്ക് ഖബർ പേടിയാ, എനിക്ക് മഹ്ശറ പേടിയാ, എനിക്ക്
മീസാൻ പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ, എനിക്ക് നരകം പേടിയാ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണമല്ലാ. അതുകൊണ്ട് സിറാജ് ഉസ്താദ് എന്തു മറന്നാലും ഈ ആയത്ത് മറക്കൂല, ഈ ആയത്ത് ഓതുമെന്ന് തീരുമാനിക്കൂ. അല്ലാഹുവേ ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ അല്ലാ, ഈ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ. പടച്ചവരെ മരിക്കുന്ന കാലം വരെ ഈ ആയത്ത് മറക്കാതെ ഓതാൻ ഭാഗ്യം തരണേ റബ്ബേ, ഭാഗ്യം തരണേ അല്ലാ.